മാതാപിതാക്കളുടെ പേരൻറ്റിങ് ശൈലിയിൽ തല്ലുകയും താഴ്ത്തി പറയുകയും ചീത്ത പറയുകയും ചെയ്യുന്നതൊക്കെയാണ് അവരുടെ ഒരു സ്ഥിരം സ്റ്റൈൽ. വലിയ അപകടം ചെയ്യുന്ന കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് ഈ തരത്തിൽ വെർബൽ അബ്യൂസോ അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസോ ശിക്ഷണ നടപടി എന്നുള്ള ലേബലിൽ കിട്ടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലച്ചോറിലെ വികാസത്തിന് തന്നെ താളം തെറ്റാം. ബ്രെയിനിലെ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ സെൽഫ് കൺട്രോള്, വൈകാരിക നിയന്ത്രണത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ വോളിയം കുറയുന്ന പറയുന്നത്. ഈ പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമിഗ്ഡല, ആങ്സൈറ്റി, അവരെപ്പോഴും വിജിലൻ്റ് ആയിരിക്കും. എപ്പോഴാണ് ഈ തല്ല് വരണമെന്നുള്ള രീതിയിൽ അവരുടെ ജീവിതത്തിൽ പോലും എന്തെങ്കിലും ത്രട്ട് വരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആകുലതയോ അല്ലെങ്കിൽ ആ വിജിലൻസോ ആയിരിക്കും അവരെ നയിക്കുന്നത്. അപ്പോൾ അവർ സമൂഹത്തിൽ നിന്നൊന്നും കണ്ടുപിടിക്കണില്ല, അവർ പാഠങ്ങൾ പഠിക്കുന്നില്ല. അപ്പോൾ ആ തരത്തിൽ അവരുടെ വൈകാരിക നിയന്ത്രണവും അവർക്ക് ശരിതെറ്റുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വൈഭവവും എല്ലാം ഈ സ്ഥിരമായിട്ടുള്ള തല്ലും വെർബൽ അബ്യൂസും കവർന്നെടുക്കും. സത്യത്തിൽ എന്താ വേണ്ട ഒരു ശിക്ഷണ നടപടിയുടെ? നമ്മൾ ബാഹ്യമായിട്ടുള്ള ചില നടപടികളിലൂടെ കുട്ടികൾക്ക് ചില സൂചനകൾ കൊടുക്കുകയാണ്. നീ ചെയ്തത് തെറ്റ്, അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള സൂചനകൾ കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ നമ്മൾ ബാഹ്യമായിട്ടുള്ള ചില പ്രവൃത്തികളിലൂടെ തല്ലാണ് ശരി എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. ഇവരുടെ ഉള്ളിലൊരു തെർമോമീറ്റർ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ധർമാധർമ്മങ്ങളെ കുറിച്ചിട്ട്, ശരിതെറ്റുകളെ കുറിച്ചിട്ട് അവർക്ക് ഏത് സാഹചര്യത്തിലും നാളെ വളർന്ന് ഹോസ്റ്റലിൽ പോയാലും ശരിതെറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലിനുള്ള ഒരു തെർമോമീറ്റർ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുകയാണ് വേണ്ടത്. ഈ തല്ലുകളാവുമ്പം അവരുടെ ഉള്ളിൽ ഇത് പ്രതിഷ്ഠിക്കപ്പെടുന്നില്ല. അവരിതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്നില്ല. കാരണം അവരെപ്പോഴും ഈ പുറത്തുനിന്നുള്ള തല്ലാണ് കിട്ടുന്നത്. അല്ലാതെ അവരുടെ ഉള്ളിൽ ഇല്ല ഇത് ശരിയല്ല എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഡെവലപ്പ് ചെയ്യുന്നില്ല.